ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തേൻ മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ്. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ദോശമാവാണ്. അതിനകത്ത് നമ്മൾ ഉപ്പിടുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിലേക്ക് നമുക്ക് ആ ഒരു തേൻ മിഠായിയുടെ റെഡ് കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശമാവിൻ്റെ അത്രയും ഉപ്പ് ഇതിന് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്നതിന് മുമ്പ് കുറച്ച് മാവെടുത്തിട്ട് ലേശം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ, അത് സൺഫ്ലവർ ആണെങ്കിൽ നല്ലതായിരിക്കും. അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണിൽ ഈ മാവ് ചെറുതായിട്ട് നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ സ്പൂണ് ചെറുതായിട്ട് എണ്ണയിലോട്ടൊന്ന് താത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അത് എണ്ണയിൽ വീണ് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങ് വീർത്ത് വരും. അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ വേഗത്തിൽ നമുക്ക് കുറച്ച് സമയം എണ്ണയിലിട്ടാൽ മതി. അത് അപ്പോഴത്തേന് നന്നായിട്ട് വീർത്ത് ഫ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ണാപ്പയിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് പാനിയാക്കി എടുക്കാം. നമ്മൾ ഗുലാം ജാമുലിനൊക്കെ എടുക്കുന്ന അതേ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഒട്ടുന്ന പരുവമൊന്നും ആവണ്ട. ഈ പഞ്ചസാരയൊന്ന് ഇതിൽ അലിഞ്ഞിട്ട്, വെള്ളത്തിൽ അലിഞ്ഞിട്ട് ഒരു സിറപ്പ് പോലെ ആകുന്ന ഒരു കൺസിസ്റ്റൻസിയിലാകണം. ഈ സിറപ്പ് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ദോശമാവ്, അതായത് തേൻ മിഠായിയുടെ ആ ബോൾസ് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ തേൻ മിഠായിയുടെ ബോൾസും ചെറിയ ചൂടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിനും ചൂടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ബോൾസിനകത്തെല്ലാം ആ ഷുഗർ സിറപ്പ് കയറിയിട്ട് അത് പാത്രത്തിന് അടിയിലേക്ക് പോകും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഷുഗർ സിറപ്പ് കയറിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ആ ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിൽ നിന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ ഓരോ തേൻ മിഠായിയുടെ മുകളിലേക്ക് നമുക്ക് ആ പഞ്ചസാര ഒന്ന് തൂകി കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഒരു അപ്പിയറൻസ് വരത്തുള്ളൂ. ആ തേൻ മിഠായിയുടെ കറക്റ്റ് അപ്പിയറൻസ് വരണമെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര കൊണ്ട് അതിനൊരു കോട്ടിങ് കൊടുക്കണം. ഇപ്പോഴേ ഞാൻ ഉണ്ടാക്കിയ ആ ബോൾസ് എല്ലാം ആ ഷുഗറിൽ ഒന്ന് പൊതിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് അത് ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഷുഗർ സിറപ്പൊക്കെ അകത്ത് കയറിയിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെയുള്ള ചെറിയ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക്, നമ്മുടെ മക്കളുമാർക്കൊക്കെ അറിയുമോ എന്നറിയത്തില്ല ഇങ്ങനെ ഒരു സാധനമുണ്ടെന്ന്. പക്ഷേ നമ്മളുടെ ഒരു ഏജിലുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.